നിയമവ്യവസ്ഥയ്ക്ക് പരിരക്ഷണം നൽകേണ്ടുന്ന കോടതികൾ നമ്മുടെ പ്രശ്നങ്ങളെ ഇടപെടുന്നില്ല, അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ള ഗുരുതരമായ സ്ഥിതിവിശേഷത്തെ നമ്മൾ ഇനി ഏത് തരത്തിലാണ് തരണം ചെയ്യേണ്ടതെന്നുള്ളത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അഭിപ്രായമായി വരേണ്ടതല്ല. ആ സമുദായത്തിന്റെ വികാരങ്ങൾ കൃത്യമായ നിലയിൽ ഏകീകരിച്ച് നമ്മൾ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതിനാണ് ഇനി ഊന്നൽ നൽകേണ്ടത്. സമൂഹവും കൂടി ഒന്നിച്ചപ്പോൾ അക്കാര്യത്തിൽ നമുക്ക് ചില അർത്ഥവത്തായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോവുകയും ഒരല്പമെങ്കിലും സർക്കാരിന്റെ പുറകോട്ടടിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്ത സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മനസ്സിലെ വികാരങ്ങൾ ഡയമണ്ടിനൊപ്പം പറയൂ. മലബാറിലേക്ക് വരും. ഈ പശ്ചാത്തലത്തിൽ നമുക്ക് പ്രതികരിക്കാനുള്ളത്, അതിനോട് ശരിയായ നിലയിൽ പ്രതികരണം ഉണ്ടാകുമെന്ന് നാം വിചാരിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല എന്നത് പ്രധാനമാണ്. മതേതര ശക്തികൾ, നമ്മൾ പ്രതീക്ഷ അർപ്പിച്ച മതേതര ശക്തികൾ ഇതൊന്നും കണ്ട ഭാവം നടിക്കാത്ത തരത്തിലുള്ള പ്രതികരണങ്ങളിൽ, മൗനം കൊണ്ടുള്ള പ്രതികരണങ്ങളിലൊക്കെയായി മുന്നോട്ട് പോകുമ്പോൾ എന്ത് വേണമെന്ന് നമ്മൾ മാറി ചിന്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് ഭരണകൂടം എന്തെല്ലാം അതിക്രമങ്ങൾക്ക് മുതിർന്നാലും അതിനപ്പുറത്ത് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയുടെ ഒരു കേന്ദ്രമായി നമ്മളെല്ലാവരും കണ്ട കോടതികൾ അതിന്റെ ദൗത്യം നിർവഹിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്ന് മാത്രമല്ല, ഭരണകൂടത്തിന്റെ അത്യാചാരങ്ങൾക്ക് വളരെ പരസ്യമായി കൂട്ടുനിൽക്കുന്ന സ്ഥിതിയും കാണുകയാണ്. എന്താണോ ഫാസിസ്റ്റ് സമൂഹം ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നടപ്പാക്കി കൊടുക്കുന്ന ഒരു ആവേശകരമായ പ്രവണത കോടതികളുടെ ഭാഗത്ത് പോലും കാണുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇതുവരെയും ഇസ്ലാമിക സമൂഹം, മുസ്ലിം സമൂഹം, മതേതര സമൂഹം ഒക്കെ പ്രതീക്ഷ അർപ്പിച്ച പ്രതീക്ഷാ കേന്ദ്രങ്ങളെല്ലാം നമ്മളെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. പക്ഷെ അവിടെ നമുക്ക് മുമ്പിൽ എന്താണ് പ്രശ്നത്തിന്റെ പരിഹാരമെന്ന നിലയിലുള്ള സ്വതന്ത്രമായ ആലോചനകൾ മുസ്ലിം സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് അനിവാര്യമായി വരും. നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ പരിഗണിച്ചുകൊണ്ടായിരിക്കുമ്പോൾ തന്നെ ആ നിയമവ്യവസ്ഥയ്ക്ക് പരിരക്ഷണം നൽകേണ്ടുന്ന കോടതികൾ നമ്മുടെ പ്രശ്നങ്ങളെ ഇടപെടുന്നില്ല, അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ള ഗുരുതരമായ സ്ഥിതിവിശേഷത്തെ നമ്മൾ ഇനി ഏത് തരത്തിലാണ് തരണം ചെയ്യേണ്ടതെന്നുള്ളത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അഭിപ്രായമായി വരേണ്ടതല്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു സംഘടനയുടെ ആയില്ല, മുഴുവൻ മുസ്ലിം സമൂഹം ഒരുമിച്ചിരുന്നു പ്രശ്നത്തെക്കുറിച്ച് ആലോചിച്ച് സുചിന്തിതമായി നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടി വരും. പ്രധാനമായും മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മേൽ ശക്തമായ ഇടപെടാനുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവുക തന്നെ വേണം. ഇനി അവരതിന് സന്നദ്ധമല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹം ഇന്ത്യയിൽ, മുസ്ലിം സമൂഹം ഇന്ത്യയിൽ അത്ര നിസ്സാരമൊന്നുമല്ല. 30 കോടിയോളം ജനങ്ങളുള്ള ഒരു സമൂഹമാണ്. ആ സമുദായത്തിന്റെ വികാരങ്ങൾ കൃത്യമായ നിലയിൽ ഏകീകരിച്ച് നമ്മൾ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതിനാണ് ഇനി ഊന്നൽ നൽകേണ്ടത്. ഇത് പ്രായോഗികമാണ് എന്ന് തോന്നുന്നുണ്ടോ? ഏത് ഈ പറയുന്ന പരിഹാരം? അത് പ്രായോഗികമാകേണ്ടതുണ്ട്. ആയില്ല എങ്കിൽ പലതും നമ്മൾ പ്രായോഗികമാകണമെന്ന് ആഗ്രഹിക്കുന്ന പ്രായോഗികമാകാതെ പോകും. ആകേണ്ടത് ആകണമല്ലോ. അതുകൊണ്ട് മുസ്ലിം സമൂഹം ഇതുവരെയും എല്ലാം അനുഭവിക്കുമ്പോഴും പ്രതീക്ഷകൾ മതേതര സമൂഹത്തിലും കോടതികളിലും വെച്ച് പുലർത്തുകയായിരുന്നു ചെയ്തത്. ആ പ്രതീക്ഷകളിൽ മുഴുവൻ നമ്മളെ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ ആവർത്തിച്ച് വരുമ്പോഴും ഇനിയും മതേതരത്വ സമൂഹങ്ങളുടെ പ്രതികരണങ്ങളിൽ, അതുപോലെ തന്നെ കോടതികളിൽ എപ്പോഴും പ്രതീക്ഷകൾ എന്ന ഒരു സമീപനം മാത്രം ഇനിയും വെച്ച് പുലർത്താൻ മതിയോ എന്ന് ആലോചിക്കുക, അല്ലാതെ വേറെന്താണ് ചെയ്യേണ്ടത്? ആ ആലോചനകളിൽ നിന്നാണ് എന്താണ് അടുത്ത നമ്മുടെ പദ്ധതികൾ. ഇപ്പോ നമ്മുടെ രാജ്യത്ത് ജനകീയ പ്രക്ഷോഭങ്ങൾ, സമാധാനപൂർണമായ ഭരണഘടനാനുസൃതമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. അത് പല സമൂഹങ്ങളും നമ്മുടെ കർഷക സമരത്തിലൂടെ, സിഖ് സമരങ്ങളിലൂടെ, അതുപോലെ തന്നെ NRC പ്രക്ഷോഭത്തിൽ വ്യത്യസ്തമായ ഭിന്നാഭിപ്രായങ്ങളില്ലാതെ മുസ്ലിം സമൂഹവും മതേതര സമൂഹവും യോജിച്ച ഒരു പ്രശ്നത്തിൽ മുസ്ലിം സമൂഹവും കൂടി ഒന്നിച്ചപ്പോൾ അക്കാര്യത്തിൽ നമുക്ക് ചില അർത്ഥവത്തായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോവുകയും ഒരല്പമെങ്കിലും സർക്കാരിനെ പുറകോട്ടടിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്ത സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അത്തരത്തിൽ നമ്മുടെ ഈ മൗനവും അമിതമായി നാം ചിലരിൽ അർപ്പിച്ച പ്രതീക്ഷകളും അങ്ങനെ തന്നെ വീണ്ടും തുടരുക എന്നതിനപ്പുറത്ത് സംഭവങ്ങൾ പുതിയതായി ആവർത്തിക്കപ്പെടുമ്പോൾ, തിരമാലകൾ പോലെ വരുമ്പോൾ പുതിയതായ പദ്ധതികളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന കാര്യത്തിൽ, പുതിയ പദ്ധതികൾ ഉണ്ടാകണമെങ്കിൽ ഒരുമിച്ച് ഇരുന്ന് ഒരേ ശബ്ദത്തിൽ നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ത് എന്ന്
മുസ്ലിം സമൂഹമാണ് ഒന്നാമത് ആലോചിക്കേണ്ടത്. മറ്റാർക്കും വിട്ടുകൊടുക്കുകയല്ല ഇനി വേണ്ടത്. ഇതുവരെ മറ്റുള്ളവർ നിശ്ചയിച്ചു തരുന്ന അജണ്ടയ്ക്ക് നമ്മൾ വിധേയരായി പ്രവർത്തിക്കുകയായിരുന്നു. ഇനി നാം നമ്മുടെ അജണ്ട നിശ്ചയിക്കുക എന്നിടത്തേക്ക് ഇസ്ലാമിക സമൂഹം എത്തണം. അസ്തിത്വ ബോധത്തോടു കൂടി തന്നെ എത്തണം. അത് ആർക്കും എതിരാവുകയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലും മറ്റുള്ളവർക്ക് ഒരു ആയുധമാവുകയോ ചെയ്യാതെ നമ്മളെപ്പോഴും ഉയർത്തിപ്പിടിച്ച ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹം ഒരിക്കലും ഒരു അതിക്രമത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല. പരമത വിദ്വേഷത്തിനോ നിന്ദയ്ക്കോ ഒരു വ്യക്തിയോ സംഘടനയോ ആഹ്വാനം ചെയ്തിട്ടില്ല. അത് തന്നെയായിരിക്കണം നമ്മുടെ എന്നത്തെയും നിലപാട്. ഈ പോക്ക് പോവുകയാണെങ്കിൽ രാജ്യത്തിന്റെ ഭാവി എന്തായിരിക്കും? ഈ പോക്ക് പോയാൽ രാജ്യത്തിന്റെ ഭാവി അപകടകരമായിരിക്കും. ഈ പോക്ക് രാജ്യത്തിന് ഒത്തിരി പോകാൻ കഴിയില്ല. ഇങ്ങനെ പോയ ഒരു രാജ്യവും വിജയിച്ചിട്ടില്ല. ഇല്ലില്ല, ഇങ്ങനെ പോയ ഒരു രാജ്യവും. ഹിറ്റ്ലർ നാസിസം ഒരു വലിയ പ്രതീക്ഷയോടുകൂടിയാണല്ലോ കൊണ്ടുവന്നത്. നാസിസത്തിന് എത്ര ഭാവി ഉണ്ടായി, ഹിറ്റ്ലർക്ക് എത്ര ഭാവി ഉണ്ടായി. മുസോളിനിയുടെ ഇറ്റലിയിലും അത് വിജയിച്ചിട്ടില്ല. ഫാസിസവും നാസിസവും അപ്പുറം ഇവിടെ രണ്ടിടത്തിന്. അതുകൊണ്ട് ഇതാണ് രാജ്യത്തിന്റെ പോക്കെങ്കിൽ നഷ്ടം രാജ്യത്തിന് തന്നെയാണ്, പൊതു ദുരന്തമാണ്. അത് നിവാസികൾ തിരിച്ചറിയും വളരെ വൈകാതെ എന്നാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷെ ആ പ്രതീക്ഷയിലേക്ക് രാജ്യനിവാസികളെ കൊണ്ടെത്തിക്കണമെങ്കിൽ ഇതിന് ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെടുന്ന ഒരു സമൂഹം, ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഒരു സമൂഹം എന്നുള്ളതിൽ നമ്മുടെ അജണ്ടകളെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായ നിലയിൽ ഒന്നിച്ചാലോചിക്കുകയും അജണ്ടകൾ നാം നിശ്ചയിക്കുകയും വേണം എന്നുള്ളതാണ്. എന്നിട്ട് ആ അജണ്ടയിലേക്ക് വളരെ സൗഹൃദപൂർണമായ നിലയിൽ നമ്മളെ സ്നേഹിക്കുന്ന, നിഷ്പക്ഷത ആഗ്രഹിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഇവിടെ ഉണ്ട്. അവരും നിസ്സഹായരാണ്. നമ്മൾ നിസ്സഹായതയുടെ പേരിൽ മൗനമായിരുന്നാൽ അവർക്കൊന്നും ചെയ്യാനുണ്ടാവില്ല. നാം നമ്മുടെ കർമ്മവിധികളിലേക്ക് സജീവമാകുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പിന്തുണ നമ്മളെ തേടിയെത്തും. ഇനി അജണ്ടകൾ നിശ്ചയിച്ച് മുന്നോട്ട് പോകേണ്ടത് ഈ സമൂഹം തന്നെയാണ് എന്നാണ് കാര്യത്തിൽ എന്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.